നമസ്കാരം, സിനി ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. പ്രേക്ഷകരുടെ പ്രിയ താരം ആസിഫ് അലി പിറന്നാൾ ദിനത്തിൽ ആഭ്യന്തര കുറ്റവാളിയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസ് ചെയ്തു. ആസിഫ് അലി നായകനായി എത്തുന്ന ആഭ്യന്തര കുറ്റവാളി ഈദ് റിലീസായി തിയേറ്ററുകളിലെത്തും. ചിത്രത്തിന്റെ തിരക്കഥ സംവിധാനം നിർവഹിക്കുന്നത് സേതുനാഥ് പത്മകുമാർ ആണ്. നൈസാം സലാം പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ നൈസാം സലാമാണ് ചിത്രം നിർമ്മിക്കുന്നത്. ഡ്രീം ബിഗ് ഫിലിംസ് ആണ് ആഭ്യന്തര കുറ്റവാളിയുടെ ഓൾ ഇന്ത്യ വിതരണം നിർവഹിക്കുന്നത്. റിയലിസ്റ്റിക് കോമഡി ഫാമിലി എന്റർടൈനർ ജേണറിലാണ് ആഭ്യന്തര കുറ്റവാളി ഒരുങ്ങുന്നത്. പുതുമുഖ താരം തുളസിയാണ് ചിത്രത്തിലെ നായിക. ചിത്രത്തിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ ജഗദീഷ്, ഹരിശ്രീ അശോകൻ, സിദ്ധാർത്ഥ് ഭരതൻ, അസീസ് നെടുമങ്ങാട്, ജോജി, വിജയകുമാർ, ബാലചന്ദ്രൻ ചുള്ളിക്കാട്, ആനന്ദ് മന്മഥൻ, പ്രേംനാഥ്, ശ്രേയ രുക്മിണി, നീരജ രാജേന്ദ്രൻ, റിനി ഉദയകുമാർ, ശ്രീജ ദാസ് എന്നിവർ അവതരിപ്പിക്കുന്നു. സൂര്യ നായകനാക്കി പ്രഖ്യാപിച്ച് ഷൂട്ടിംഗ് തുടങ്ങുകയും പിന്നീട് അദ്ദേഹം പിന്മാറുകയും ചെയ്ത ചിത്രം എന്ന നിലയിൽ വാർത്തകളിൽ ഇടം പിടിച്ച ചിത്രമാണ് വണങ്കൻ. തമിഴിലെ ഹിറ്റ് മേക്കർ ബാല സംവിധാനം ചെയ്ത ചിത്രം തമിഴ്നാട്ടിൽ റിലീസ് ചെയ്തതിനു ശേഷം കേരളത്തിൽ ഫെബ്രുവരി 7 റിലീസിന് എത്തുകയാണ്. വളരെ റോ ആയ ആക്ഷൻ സിനിമയാണ് വണങ്കൻ. റോഷ്നി പ്രകാശ് ആണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത്. സൻഹ സ്റ്റുഡിയോസ് ആണ് ചിത്രം കേരളത്തിൽ വിതരണത്തിന് എത്തിക്കുന്നത്. ചിത്രത്തിൽ സമുദ്രകനി, മിഷ്കിൻ, ഛായാദേവി, ബാല ശിവാജി, ഷൺമുഖരാജൻ, യോഹൻ ചാക്കോ, കവിത ഗോപി, ബൃന്ദ, അരുൾദോസ് തുടങ്ങിയവരും പ്രധാന വേഷങ്ങൾ ചെയ്യുന്നു. RB ഗുരുദേവാണ് ഛായാഗ്രഹണം നിർവഹിക്കുന്നത്. വൈരമുത്തുവിന്റെ വരികൾക്ക് GV പ്രകാശ് സംഗീതം ഒരുക്കുന്നു. സാം CS ആണ് സിനിമയ്ക്ക് പശ്ചാത്തല സംഗീതം ഒരുക്കിയത്. ബ്ലോക്ക് ബസ്റ്റർ തെലുങ്ക് ചിത്രം ലക്കി ഭാസ്കറിന് ശേഷം ദുൽഖർ സൽമാൻ നായകനായി എത്തുന്ന കാന്ത എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത്. സെൽവമണി സെൽവരാജാണ് ചിത്രം രചിച്ച് സംവിധാനം ചെയ്യുന്നത്. ദുൽഖർ സൽമാന്റെ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചതിന്റെ 13ാം വാർഷികം ആഘോഷിക്കുന്ന വേളയോടനുബന്ധിച്ചാണ് ഈ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തു വന്നിരിക്കുന്നത്. ദുൽഖർ സൽമാന്റെ ഉടമസ്ഥയിലുള്ള വേഫാറ ഫിലിംസ്, റാണ ദിഗ്ബതിയുടെ ഉടമസ്ഥയിലുള്ള സ്പിരിറ്റ് മീഡിയ എന്നിവർ ചേർന്നാണ് ഈ ബഹുഭാഷാ ചിത്രം നിർമ്മിക്കുന്നത്. ദുൽഖർ സൽമാൻ, ജോം വർഗീസ്, റാണ ദിഗ്ബതി, പ്രശാന്ത് പൊട്ലൂരി എന്നിവരാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ. ദി ഹണ്ട് ഫോർ വീരപ്പൻ എന്ന നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററി സീരീസ് ഒരുക്കിയ തമിഴ് സംവിധായകൻ സെൽവമണി സെൽവരാജാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. ശിംബുവിന്റെ പുതിയ ചിത്രത്തിന്റെ ക്യാരക്ടർ പോസ്റ്റർ പുറത്തിറങ്ങി. STR-50 എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ചിമ്പുവിന്റെ 51ാമത് ചിത്രത്തിന്റെ പോസ്റ്ററാണ് ജന്മദിനത്തിൽ എത്തിയിരിക്കുന്നത്. ഗോഡ് ഓഫ് ലവ് എന്നാണ് ചിത്രത്തിന്റെ പേര്. ഓമൈ കടവുളെ, ഡ്രാഗൻ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം അശ്വന്ത് മാരിമുത്തുവാണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത്. പ്രദീപ് രംഗനാഥൻ നായകനായി എത്തുന്ന ഡ്രാഗൻ എന്ന ചിത്രത്തിന്റെ പണിപ്പുരയിലാണ് ഇപ്പോൾ സംവിധായകൻ. അതിനുശേഷം ചിത്രം തുടങ്ങുമെന്നാണ് സൂചന. ഇതൊരു വിന്റേജ് ശൈലിയിലുള്ള ചിത്രമാണെന്ന് പറയപ്പെടുന്നു. ചിത്രത്തിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും 2026 ചിത്രം റിലീസ് ചെയ്യും. കൂടാതെ ജന്മദിനത്തിൽ ആത്മാൻ സിനി ആർട്സ് എന്ന നിർമ്മാണ കമ്പനിയും താരം തുടങ്ങിയിരുന്നു. ചിമ്പുവിന്റെ നിർമ്മാണ കമ്പനിയാണ് 50ാമത് ചിത്രവും നിർമ്മിക്കുന്നത്.